പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ദിവ്യകാരുണ്യ യേശുവിൻ്റെ സാന്നിധ്യം, അതിശക്തമായ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾ അനവധി പേര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവർ ചോദിക്കുന്ന കാര്യങ്ങൾ കർത്താവ് സാധിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, നിരവധിയായ നിയോഗങ്ങളാണ് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു കുടുംബം എഴുതിയിരിക്കുന്നത്, ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള എല്ലാ പൈശാചിക ശക്തികളെ ബന്ധിക്കണമേ, എല്ലാ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. ഒരു കുടുംബം എഴുതിയിരിക്കുന്നത്, എൻ്റെ കുടുംബത്തിന് നിരന്തരമായ രോഗപീഠകളാണ്. ഒരു രോഗം മാറുമ്പോൾ വേറൊരു രോഗം വരുന്നു. ഇതൊരു പിശാച് ബാധയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്ന അനേകം മക്കളുണ്ട്. പല ഭൂതോച്ചാടകരും അത് തന്നെ പറയാറുണ്ട്. ഇങ്ങനെ നിരന്തരമായ രോഗപീഠകൾ ഒരു കുടുംബത്തിൽ സാത്താൻ ആ കുടുംബത്തെ ആക്രമിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഒരു കുടുംബം എഴുതിയിരിക്കുന്നത്, ഈശോ, പല വിധത്തിൽ ബുദ്ധിമുട്ടും വിഷമതകളും അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളെ, ലോകം മുഴുവനുമുള്ള എല്ലാ ഭവനങ്ങളെ, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കലഹങ്ങൾ, മദ്യപാനങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, കല്യാണ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, വീടില്ലാത്ത അവസ്ഥകൾ, ഒരു ലോൺ കിട്ടാത്ത അവസ്ഥകൾ, ഒരു വാടക വീട് കിട്ടാത്ത അവസ്ഥകൾ, വിസ കിട്ടാത്ത അവസ്ഥകൾ, അങ്ങനെ നിരവധിയായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. വേറൊരു കുടുംബം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഈശോയെ, പിശാചിൻ്റെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വിടുതൽ നൽകണമേ. വേറൊരു കുടുംബം പ്രാർത്ഥിക്കുന്നത്, എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് വിടുതലും ഞങ്ങൾക്ക് കർത്താവിൻ്റെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ കാവൽ ഞങ്ങളുടെ ഭവനത്തിന് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു കുടുംബം പ്രാർത്ഥിക്കുക, നിരന്തരമുള്ള അലർജിയും ആസ്മയും മാറ്റിക്കൊടുക്കണമേ. അതൊരു ഭയങ്കരമായൊരു പീഡയാണത്. അലർജി രോഗം മരുന്ന് കഴിച്ചിട്ട് മാറാത്തത്, ആസ്മ രോഗം മരുന്ന് കഴിച്ച് മടുത്തിരിക്കുന്നവർ, അപ്പം അത് ഒരു പൈശാചിക ശക്തിയാണ്. മനുഷ്യൻ്റെ നന്മ ആഗ്രഹിക്കാതെ അവൻ്റെ സന്തോഷം കെടുത്തി അവനെ തകർക്കാൻ ശ്രമിക്കുന്ന ആ ദുഷ്ടപിശാചാണത്. അപ്പം അതിനെ തകർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് വേറൊരു വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ്, എല്ലാ രോഗങ്ങൾ, നിരവധിയായ രോഗങ്ങൾ, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആളുകൾ പെട്ടെന്ന് തന്നെ രോഗികളായി മാറുക. പ്രഷർ, സ്ട്രോക്ക്, വേരിക്കോസ്, ഹെർണിയ, പാൻക്രിയാസ്, ലിവർ, കിഡ്നി, അങ്ങനെ നിരവധി കണ്ണിൻ്റെ ധമനികളിലുള്ള രോഗങ്ങൾ, അലർജികൾ, തുമ്മൽ, സൊറിയാസിസ്, അങ്ങനെ നിരവധിയായ രോഗങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ പല കുടുംബങ്ങളെയും ആക്രമിക്കുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാതെ ചില കുഞ്ഞുങ്ങൾക്ക് നിരന്തരമായ ശ്വാസം മുട്ടലും സംസാരത്തിലുള്ള ബുദ്ധിമുട്ടും ആത്മവിശ്വാസമില്ലായ്മയും, അങ്ങനെ നിരവധിയായ പീഡകളാണ്. വേറൊരു കുടുംബം എഴുതിയിരിക്കുക, കർത്താവേ, എൻ്റെ മക്കളെ ഞാൻ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിക്കുക. ദിവ്യകാരുണ്യത്തെ, ഈശോയുടെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് എൻ്റെ മക്കളെ അകറ്റല്ലേ. സാത്താൻ്റെ ഏറ്റവും വലിയ കുതന്ത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളെ യേശുവിൽ നിന്ന് അകറ്റുക, ദൈവത്തിൽ നിന്ന് അകറ്റുക, ദൈവകൃപയിൽ നിന്ന് അകറ്റുക. അവനൊരു പരിധിവരെ വിജയിച്ചു കഴിഞ്ഞിരിക്കുക. ഇതുപോലെ എത്ര മാതാപിതാക്കളെ വിഷമിക്കുന്നത്. അവരാഗ്രഹിച്ചതുപോലെയല്ല അവരുടെ മക്കൾ വളരുന്നത്, അവരുടെ കുടുംബങ്ങൾ പണിതുയർത്തപ്പെടുന്നത്. ദൈവമില്ലാതെ ജീവിക്കാൻ അവർ പരിശ്രമിക്കുക. അതിനർത്ഥം അവരുടെ വീട്ടിൽ സാത്താന് അവർ വാസസ്ഥലം ഒരുക്കുകയാണ്. ഇത് തിരിച്ചറിയാനുള്ള കഴിവ് പോലും ഇല്ലാതെ പോകുന്നുവെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമായിട്ട് മാറുന്നത്. ഒരു മകൾ എഴുതിയിരിക്കുക, എൻ്റെ മകളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക പീഡകളിൽ നിന്ന്
അതായത് ഇങ്ങനെ നിരന്തരമായ ബുദ്ധിമുട്ടിക്കുന്നു. ടെൻഷൻ, ഭയം, ജീവിക്കാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, നിരന്തരമായ പൈശാചിക പീഡ. എൻ്റെ മകൾക്ക് നല്ല കൂട്ടുകാരില്ല, ഒറ്റപ്പെട്ടു പോകുന്നു, ഭയപ്പെട്ടു പോകുന്നു, ആകെ മുഖം കരുവാളിച്ചു പോകുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം ദേഷ്യ, സങ്കടം, ജീവിത പങ്കാളികളുടെ അസുഖങ്ങൾ മൂലം തകർന്നിരിക്കുന്ന മക്കളുണ്ട്. ജീവിത പങ്കാളികളുടെ അസുഖം മൂലം കുടുംബത്തിൻ്റെ താളം തെറ്റിയിരിക്കുന്ന എത്രയോ കുടുംബങ്ങളാണ്. അപ്പം അവരെല്ലാവരെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കുകയാണ്. മക്കളെ ദൈവത്തിന് സമർപ്പിക്കുന്നു, നിങ്ങളുടെ ജോലി മേഖലകളെ ദൈവത്തിന് സമർപ്പിക്കുന്നു. അങ്ങനെ നിരവധിയായ നിയോഗങ്ങൾ കർത്താവിൻ്റെ അടുത്ത് കൊടുക്കുക. ഒരു കുടുംബം എഴുതിയിരിക്കുക, സർക്കാരിൽ കുടുങ്ങിക്കിടക്കുന്ന വീടിൻ്റെ ആധാരം, പലരുടെ ആധാരം ബാങ്കിൽ കുരുങ്ങിക്കിടക്കുന്നു, ചില വ്യക്തികളിൽ കുരുങ്ങിക്കിടക്കുന്നു, ചില ഓഫീസുകളിൽ കുരുങ്ങിക്കിടക്കുന്നു. അവർ സ്ഥലമുണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. കർത്താവേ, അവിടുന്ന് ഇടപെട്ടേക്കണമേ, സഹായിക്കണമേ, അതിന് വിടുതൽ കൊടുക്കണമേ, തടസ്സം മാറ്റി കൊടുക്കണമേ, ബന്ധനം അഴിച്ചു കൊടുക്കണമേ, കെട്ടുകൾ അഴിച്ചു കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഈ ദൈവജനത്തിൻ്റെ അപേക്ഷകളൊക്കെ കേട്ട് കർത്താവ് അതിന് അതിശക്തമായ വിടുതൽ കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 72, 73, 74 വചനങ്ങളാണ്. നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം, നമ്മുടെ കുടുംബത്തോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും, നമ്മുടെ പിതാവായ അബ്രഹാത്തോട് ചെയ്ത അവിടുത്തെ പരിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും, അങ്ങനെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ്. നോക്കിക്കേ, എന്തൊരു അനുഗ്രഹപ്രദമായ വചനമാണ്, കൃപകൾ ഒഴുകുന്ന വചനമാണ്. നമ്മളോട് ചെയ്ത ഉടമ്പടി, ആ പുതിയ ഉടമ്പടി, കർത്താവ് കാൽവരി മലയിൽ ചെയ്ത ഉടമ്പടി സാക്ഷാത്കരിക്കപ്പെടുവാനും, സാത്താനിൽ നിന്നും, സകല ശത്രുക്കളിൽ നിന്നും, തിന്മയുടെ അരൂപികളിൽ നിന്നും, നാശകരമായ ജീവികളിൽ നിന്നും, പ്രകൃതി വിരുദ്ധ ശക്തികളിൽ നിന്നും, ശാപങ്ങളിൽ നിന്നും, എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ സംരക്ഷിക്കപ്പെടാനും ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപകരിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളുടെ മേൽ, അവരുടെ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവ് ശക്തി കൊടുക്കണമേ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ ഞങ്ങൾ ശക്തി പ്രാപിക്കുമല്ലോ. സഹായകനെ, പാരാക്ലീത്തോസ്, ഡെലിവറൻസിന്റെ ആത്മാവേ, സൗഖ്യത്തിൻ്റെ ആത്മാവേ, വിശുദ്ധിയുടെ ആത്മാവേ, ദൈവസ്നേഹത്തിൻ്റെ ആത്മാവേ, ദൈവനീതിയുടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗം വാഗ്ദാനം ചെയ്ത ആത്മാവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ശക്തി തടണമേ, ശക്തി കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശിൻ്റെ നിഗൂഢമായ ശക്തിയും ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യവും നിന്നോട് ആജ്ഞാപിക്കുന്നു. സാത്താനെ, ഈ മക്കളിൽ നിന്ന് വിട്ടുപോ. പൈശാചിക ശക്തികളെ, തിന്മയുടെ അരൂപികളെ, ദുഷ്ടാരൂപികളെ, ശാപങ്ങളെ, കൂടോത്രങ്ങളെ ഈ മക്കളിൽ നിന്ന് വിട്ടുപോ. ഈ മക്കളിൽ നിന്ന് വിട്ടുപോ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ നാമത്തിൽ, പരിശുദ്ധ കുർബാനയുടെ നാമത്തിൽ, കത്തോലിക്ക സഭയുടെ നാമത്തിൽ, സഭയുടെ കൂട്ടായ്മയുടെ നാമത്തിൽ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന, നിരന്തരം ആക്രമിക്കുന്ന രോഗങ്ങൾ കൊണ്ടും, ആത്മീയ മന്ദത കൊണ്ടും, വിശ്വാസക്കുറവുകൾ കൊണ്ടും, കലഹങ്ങൾ കൊണ്ടും ഈ മക്കളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെ, നാശകരമായ ജീവികളെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. കൂടോത്രങ്ങളെ, മന്ത്രവാദങ്ങളെ, ശാപങ്ങളെ, ശത്രുദോഷങ്ങളെ, തിന്മയുടെ രൂപികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ
ഈ വചനം കേൾക്കുന്ന മക്കളെ തൊട്ടുപോകരുതെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഓ സാങ്കുവേ ദാക്കുവേ സ്കത്തുറീഷദൽ കോറദി ജസു come sorgente della misericordia per noi, confidiamo in te Gesù. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ, അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ, അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന ശുശ്രൂഷയിലേക്ക് അച്ഛൻ നിങ്ങളെല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ്. ജൂൺ 13 മക്കളെ മറക്കല്ലേ, വിശുദ്ധ അന്തോനീസിന്റെ തിരുനാളാണ്. അന്ന് ഈ ദേവാലയത്തിൽ വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ കണ്ണൂർ സഹായ മെത്രാന്റെ നേതൃത്വത്തിൽ വലിയ അഭിഷേക കുർബാനയാണ്. തുടർന്ന് ഊട്ടുനേർച്ചയാണ്. ഞാൻ നിങ്ങളെല്ലാവരും സാധിക്കുന്ന, കാരണം ഈ ദേവാലയം എന്ന് പറയുന്നത് വളരെ ചരിത്രപ്രസിദ്ധമായ ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ പണ്ട് മുതലേ ഉള്ള ഒരു പുരാതനമായ ഒരു ഭക്തിയാണ് അന്തോനീസിനോടുള്ള ഭക്തി. അപ്പം അന്നേ ദിനം അന്തോനീസിനാണ്ട് കുർബാന, നവേന, കൈവെപ്പ് ശുശ്രൂഷ, തുടർന്ന് ഊട്ടുനേർച്ച. ജൂൺ 13 എല്ലാവരും ഓർക്കണം. എല്ലാവരെയും ഞാൻ കോഴിക്കോടേക്ക് ഊട്ടുനേർച്ചയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സാധിക്കുന്നവർ ഈ കാണിക്കുന്ന നമ്പറിലേക്ക് ഊട്ടുനേർച്ചയുടെ സാധിക്കും. നിർബന്ധമുള്ളതല്ല, ഇത് കമ്പൽസറി ആയിട്ടുള്ളതല്ല. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞ് സഹായം നിങ്ങൾക്ക് ഈ നമ്പറിൽ ഊട്ടുനേർച്ചയ്ക്കായിട്ട് നൽകാവുന്നതാണ്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.